സംഭാരം ഉണ്ടാക്കാനുള്ള പാല് കാച്ചി ഉറൊഴിക്കണുണ്ട് ഞാൻ. ഇതിനകത്തേക്ക് ചില്ലുപ്പിലാണ് ഉറൊഴിക്കണത്. അതിനകത്ത് കുറച്ച് ഉറൊഴിച്ചിട്ട് അത് തിരിച്ച് അതിന് ചുറ്റും വെക്കണം. ഇതിൻ്റെ പാട മാറ്റണം കേട്ടോ. ഇത് അതിൻ്റെ പാട വീഴാതെ ഉള്ളതാണ് എനിക്കുള്ള ടേസ്റ്റ്. മീതെ ഒരു വേപ്പിലെടുത്ത് വെക്കാം കേട്ടോ. കുറച്ച് പച്ചമുളക് എടുക്കാം. സിറ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകും ഉജ്ജ്വല, കാന്താരി, അങ്ങനെ കുറച്ച് മുളകുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു മരം, വലിയ മരം ഉണ്ടായിരുന്നു കേട്ടോ, നാരകത്തിൻ്റെ. അത് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ കടക്ക പൊട്ടി കൂടി നിൽക്കണതാണ്. ഒരല ഇട്ടാൽ മതി കേട്ടോ. അത് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ചുവ മാത്രവും. എല്ലാവരും ഫ്രഷായിട്ട് പറിച്ച് ഇട്ട് ശരിയാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത്രയും സാധനങ്ങളാണ് സംഭാരം ഉണ്ടാക്കാൻ വേണ്ടത്. കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള കടകോലാണ് കേട്ടോ. കടകോല ഞാൻ ഒന്നും സൂക്ഷിച്ച് വെക്കും. മിക്സിയിലിട്ട് അടിക്കണേക്കാളും നല്ലത് ചെറിയൊരു മംഗലത്തിന് വേണ്ടി നമ്മൾ വെച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യരുത്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകട്ടെ ഈ പുളി മാത്രം ചെന്ന് കുറേ നേരം ഇതിനകത്ത് വെക്കുമല്ലോ. അപ്പം എവിടെയെങ്കിലും ഇത് മുട്ടിയാൽ തന്നെ ഇത് വേഗം പൊട്ടും. ഉപ്പ് പൊടി ഞാൻ ഉപയോഗിക്കാറില്ല. എന്നും ഉപ്പുകല്ല് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകാരണം ഞാൻ എപ്പോഴും കല്ലാണ് കാണിക്കുന്നത്. രണ്ട് മൂന്ന് ചുവന്നുള്ളി, കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് എല്ലാം കൂടി ചതച്ച് ഇട്ടിട്ട് കലക്കിയെടുക്കാം. ഇതിപ്പോൾ ദിവസവും ഓരോ ഗ്ലാസ് കുടിക്കണം നല്ലതായിരിക്കും കേട്ടോ. നല്ല ആശ്വാസമാണ് ചൂടത്ത് ഇത് കുടിക്കുമ്പോൾ. ഇത് രണ്ടും മാത്രം ചതക്കണ്ട കേട്ടോ. ഇത് രണ്ടും കൈ കൊണ്ട് കീറിട്ടാൽ മതി. വേപ്പലയും നാരകത്തിൻ്റെ ഇലയും കൂടി വെറുതെ കൈ കൊണ്ട് കീറിയിട്ടിട്ട് ഒന്നും കൂടി കലക്കി ശരിക്കും അങ്ങോട്ട് കടഞ്ഞെടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്.